മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെ ഓർത്ത് ഞങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കട്ടെ. നമ്മുടെ ഭാവി കർത്താവിൻ്റെ കയ്യിലാണ് സുരക്ഷിതമായിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ കാൽക്കുലേഷനിലോ നമ്മുടെ പദ്ധതികളിലൊന്നുമല്ല. അതുകൊണ്ട് കാലങ്ങളും അവസ്ഥകളൊക്കെ മാറുമ്പോൾ കർത്താവിലേക്ക് നോക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 21 സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ സുവിശേഷങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിന്റെ 16 അധ്യായം, ദ കോസ്റ്റ് ഓഫ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്, യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ വില, അതാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് തന്നെ പല ഭാഗങ്ങളുണ്ട്. എങ്കിലും ഒരു തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ദ കോസ്റ്റ് ഓഫ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. മറ്റൊരു വിധത്തിൽ ഒരു തലക്കെട്ട് കൊടുത്തു കഴിഞ്ഞാൽ യേശു ആരാണെന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ഞാൻ ആർ എന്ന് പറയും, അല്ലേ? ഹൂ ഡു യു സേ ഐ ആം? അപ്പോൾ അത് ഒരു തലക്കെട്ട്. ഇങ്ങനെ പിന്നെ തെറ്റായ പഠിപ്പിക്കുകൾ എന്ന് പറഞ്ഞൊരു തലക്കെട്ട് കൊടുക്കാം. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവ് എന്ന് ഇങ്ങനെ പല പല തലക്കെട്ടുകൾ കൊടുക്കാം. കാരണം പല വിഷയങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് കർത്താവ് ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് ഈ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വീണ്ടും ഒരു അടയാളത്തിന് വേണ്ടി ആളുകൾ ചോദിക്കുന്നു, ഡിമാൻഡ് ഫോർ എ സൈൻ. അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്ക വന്ന് ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാല ലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. പിന്നെ അവൻ അവരെ വിട്ട് പോയി. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, വീണ്ടും പരീശന്മാർ വന്ന് അടയാളം ചോദിക്കുകയാണ്. ഈ അടയാളം അല്ലെങ്കിൽ അത്ഭുതം ഇന്നും അനേകർ ഇതിൻ്റെ പുറകിൽ പോകുന്നു. അവർക്ക് ഒരടയാളം ലഭിച്ചു കഴിയുമ്പോൾ അടുത്ത അടയാളം. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ ആദ്യത്തെ അധ്യായം മുതൽ നമ്മൾ പഠിച്ചു വരികയാണ്. അധികം സമയമൊന്നും ആയിട്ടില്ല. നിങ്ങൾക്കറിയാം കഴിഞ്ഞ അധ്യായത്തിൽ എന്ത് സംഭവിച്ചു, 14 അധ്യായത്തിൽ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം. അടയാളങ്ങളല്ലായിരുന്നു സംഭവിച്ചത്. രോഗികൾ സൗഖ്യമായി, 5000 പേരെ പോഷിപ്പിച്ചു, 4000 പേരെ പോഷിപ്പിച്ചു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുക, ആകാശത്ത് നിന്ന് അടയാളം വേണമെന്ന്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യന്റെ ജഡത്തിനകത്ത് ഒരു സാധനം കിടപ്പുണ്ട്, ഇൻ ഹിസ് ഫ്ലഷ്. അതെന്താണെന്ന് അറിയാമോ? അടയാളങ്ങൾ അന്വേഷിക്കുക, അല്ലേ? ഇന്നിപ്പം ക്രിസ്തീയ മതത്തിൽ മാത്രമല്ല, ഏത് മതത്തിലും ഏത് സമ്പ്രദായത്തിലും അടയാളം ഒന്ന് കാണിച്ചു നോക്കിയാൽ ജനം കൂടും. അതൊരു പ്രത്യേകതയാണ്. എവിടെയെങ്കിലും ഒരു അടയാളം, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമല്ല, എവിടെയെങ്കിലും. അവിടെ പോയി കഴിഞ്ഞ് ഒരു 10,000 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇന്നത് സംഭവിക്കും, ഞങ്ങൾ കണ്ടതാണല്ലോ, എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയേക്കാം. ശരി, അതങ്ങോട്ട് കഴിഞ്ഞു. ഇന്ന ആളുടെ അടുക്ക ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം ഒരു തുണി ഇട്ടിങ്ങനെ ഒന്ന് വീശും, അത് കഴിയുമ്പോൾ ഇന്ന ഇത് സംഭവിക്കും, എന്നാ പിന്നെ അങ്ങോട്ട് പോയാലോ. ഒന്ന് കഴിഞ്ഞ് ഈ ജഡം ആഗ്രഹിക്കുന്നത് അടയാളമായതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലും ഒന്നിന്റെ പുറകിൽ അടയാളത്തിന്റെ പുറകിൽ പോകുന്ന ഒരു വലിയ ജനക്കൂട്ടം. അവരോട് കർത്താവ് പറയാ, നിങ്ങൾ വക്രതയും വ്യഭിചാരവും നിറഞ്ഞൊരു തലമുറയാണ്, ദോഷവും വ്യഭിചാരമുള്ള തലമുറയാണ്. യു ആർ എ വിക്കഡ് അഡൾട്ടറസ് ജനറേഷൻ. അപ്പൊ ഈ അടയാളം എന്ന് പറഞ്ഞ് പോകുന്നവരും, അടയാളം അത്ഭുതം എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇടുന്നവരോടും കർത്താവിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വക്രതയും ദോഷവുമുള്ള തലമുറയാണ്. സി, ഇഫ് ദ ഗോസ്പൽ യു പ്രസന്റ്, ഞാൻ പറയുന്ന സുവിശേഷം, ഇറ്റ്സ് ഓൾ അബൌട്ട് കേറ്ററിംഗ് ടു മൈ ഫ്ലെഷ്ലി ഡിസയേഴ്സ്, അത് യഥാർത്ഥ സുവിശേഷമല്ല എന്ന് ഓർത്തോളണം. പറഞ്ഞ മനസ്സിലായോ?
കാരണം ജഡീക മനുഷ്യൻ ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അത് യഥാർത്ഥ സുവിശേഷമാകുവാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് അന്നും ഇന്നും ആളുകൾക്ക് ഇതൊക്കെ തന്നെയാണ് ആവശ്യം. അവർക്ക് അടയാളം വേണം. അപ്പൊ കർത്താവ് പറയാണ്, യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നും ലഭിക്കുകയില്ല. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ കർത്താവ് പറഞ്ഞു. എന്താണ് യോനയുടെ അടയാളം? 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിൽ മനുഷ്യപുത്രൻ കിടന്നതുപോലെ, യോന കിടന്നതുപോലെ മനുഷ്യപുത്രനും കിടക്കും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്ന ഈ അടയാളം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ മിറക്കിൾസ് ഇസ് ദാറ്റ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ ദ സിൻസ് ഓഫ് യു ആൻഡ് മീ. അല്ലെ? ഇതിനപ്പുറത്തോട്ടൊരു അത്ഭുതമില്ല, ഇതിന്റെ അപ്പുറത്തോട്ടൊരു അടയാളത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ജോൺ ന്യൂട്ടൺ ഇപ്രകാരം പറഞ്ഞത്, ഇനിയും കർത്താവ് എനിക്ക് വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്തില്ലെങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ എനിക്ക് വേണ്ടി ജീവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റത് എൻ്റെ ജീവിതത്തിൽ അവൻ എനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ ദാനം. അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പുതുജീവൻ അല്ലെ, ന്യൂ ബർത്ത് എന്ന് പറയുന്ന ആ അത്ഭുതം, അതിൻ്റെ അപ്പുറത്തോട്ടൊരു അത്ഭുതം അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എങ്കിലും വക്രതയുള്ള തലമുറ വീണ്ടും അത്ഭുതങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ മത്തായിയുടെ സുവിശേഷം നമ്മൾ തുടങ്ങുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ അത്ഭുതകരമായ ജനനം അല്ലയോ, അത് കഴിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം, അത് കഴിയുമ്പോൾ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, യേശുക്രിസ്തു ജനിച്ചപ്പോൾ നടന്ന അത്ഭുതങ്ങൾ, ദൂതന്മാർ വരുന്നു, ആട്ടിടയങ്ങൾ വരുന്നു, വിദ്വാൻമാർ വരുന്നു. ദ ഹോൾ സ്റ്റോറി ഈസ് ഫുൾ ഓഫ് മിറക്കിൾസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും പറയാം അടയാളം വേണം. നമ്മുടെ തലമുറ ഇതൊക്കെ തന്നെയാണ്. ഇച്ചിരി കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ദൈവവചനത്തിന്റെ അത്ഭുതങ്ങളെ, അതിന്റെ അത്ഭുത സത്യങ്ങളൊന്നും വേണ്ട, പിന്നെയും ആകാശത്തിൽ നിന്ന് ഒരു അടയാളം വേണം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം പ്രിയമുള്ളവർ. ദ ഗ്രേറ്റസ്റ്റ് സൈൻ ഈസ് the greatest wonder is the wonder of salvation. രക്ഷ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഓക്കെ, അത് കഴിയുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരോട് തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന 5 മുതൽ 12 വരെ, മാത്യു 16:5-12. ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരായകയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായകയാൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്ത് എന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത്? അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യന്മാരുടെ ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർ, ചിലപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോഴേ ഈ ശിഷ്യന്മാരെ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കഷ്ടം തോന്നും അല്ലേ? ഇതെല്ലാം കണ്ടിട്ട് ഇവർക്ക് എന്താ ഇതൊന്നും മനസ്സിലാകാത്ത? നമ്മളെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. യേശുക്രിസ്തു ഇതൊക്കെ തന്നെയാണ് ചിന്തിച്ച്, എന്നിട്ടും ഒരുത്തനെ പോലും പറഞ്ഞു വിടാതെ കൂടെ കൊണ്ട് നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എന്തോ ഒരു മനുഷ്യനായി യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ് പുളിച്ച മാവിനെ കുറിച്ച്. പുളിച്ച മാവ് എന്ന് പറയുമ്പോൾ സാധാരണ പാപത്തെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും ഒക്കെയാണ് പഴയ നിയമം മുതൽ പുതിയ നിയമത്തിൽ വരെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സദൂക്യരുടെ ഉപദേശം പുളിച്ച മാവ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭകളിലും നമ്മുടെ കൂട്ടായ്മകളിലും പുളിച്ച മാവ് അനുവദിക്കാൻ പാടില്ല. വി ഷുഡ് നോട്ട് അക്കോമഡേറ്റ് എനി കൈൻഡ് ഓഫ് ഫോൾസ് ടീച്ചിങ്. കേട്ടോ, അതിനകത്ത് വിധിക്കരുത് എന്ന് പറയാൻ ആർക്കും അനുവാദമില്ല. ഡു നോട്ട് ജഡ്ജ് എന്ന് പറയാൻ ആർക്കും അനുവാദമില്ല. കാരണം ഇതും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എവിടൊക്കെ തെറ്റായ ഉപദേശമുണ്ടോ അത് പുളിമാവാണ്. അത് കുറച്ച് പോലും അനുവദിക്കരുത്. അനുവദിച്ചു കഴിഞ്ഞാൽ അത് പിണ്ടത്തെ മുഴുവനും ഇറ്റ് വിൽ എൻഷുർ ദാറ്റ് ഇറ്റ് വിൽ കറപ്റ്റ് ദി എൻറ്റയർ ഫ്ലവർ. അതുകൊണ്ട് ഇതിന് സ്ഥലം കൊടുക്കരുത്, ഇടം കൊടുക്കരുത് എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 തെറ്റുകൾ ആണ് ശിഷ്യന്മാർ ചെയ്തത്. 3 മിസ്റ്റേക്സ്. ആ 3 തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലും വരാതെ സൂക്ഷിക്കുക. എന്താണ് 3 തെറ്റുകൾ? ഒന്നാമത്തെ തെറ്റ് ഇഗ്നറൻസ്. യേശു കർത്താവ് അവർ പുളിമാവിനെ കുറിച്ച് പറയുക എന്താണ്? ഈ സദൂക്യരുടെയും പരീശന്മാരുടെ ഉപദേശം, തെറ്റായ ഉപദേശം, ഇത് പുളിമാവാന്ന് പറയുക. അതിൻ്റെ ആത്മീയ സത്യം ഇവർക്ക് മനസ്സിലായില്ല. ആദ്യത്തെ മിസ്റ്റേക്ക് ഇസ് ഇഗ്നറൻസ്. പ്രിയമുള്ളവരെ, ഇന്നും ഒരു ബൈബിള് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും
പല തലമുറകളെ പഠിപ്പിക്കുന്നു വ്യക്തി എന്നുള്ള നിലയിലും സങ്കടത്തോടൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇഗ്നറൻസ്. ഒന്നും അറിയാത്ത ഒരു കൂട്ടർ. കർത്താവ് എന്നാ പറഞ്ഞത്, ബൈബിൾ എന്നാ പറയുന്നത്, എന്താണ്, ഒന്നും അറിയത്തില്ല. ഒരു സാധനവും അറിയത്തില്ല. ഇഗ്നറൻസ്. ഈ ഇഗ്നറൻസ് കാരണം ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. പുളിമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അപ്പത്തെക്കുറിച്ച് മനസ്സിലായോ? അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ആത്മീയമായ പരിജ്ഞാനം, കാരണം ഈ നോളജ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ യാതൊരു കുറവുമില്ല, അല്ലേ? ഏത് വിഷയത്തെക്കുറിച്ച് അറിയേണ്ടത്? ഇപ്പോൾ അവർ പറയുന്നത്, ഇപ്പൊ ഞങ്ങളുടെ ഈയിടെ ഞാനൊരു ടോക്ക് കേട്ടു. നിതിൻ കാമത്ത്, അതായത് സിറോദയുടെ ഫൗണ്ടർ, വൺ ഓഫ് ദ യങ്ങസ്റ്റ് സ്റ്റാർട്ടപ്പ് യൂണിക്കോൺസ് ആണ് സിറോദ ഇന്ത്യയിൽ. വളരെ അക്കംപ്ലിഷ്മെന്റ്. പുള്ളി പറഞ്ഞു, നിങ്ങളൊരു 24-25 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു MBAക്ക് പോയാൽ ഇതുപോലെ മണ്ടത്തരം വേറെ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇനി നോളജിന്റെ പുറയിൽ അങ്ങനെ പോയിട്ട് കാര്യമില്ല, എല്ലാം അവൈലബിൾ ആണ്. മനസ്സിലായോ? ഇത്രയും നോളജ് പെരുകുന്ന ഈ കാലഘട്ടത്തിൽ വിവരക്കേട് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു തലമുറയല്ലേ. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. വിവരത്തിന് എന്തേലും കുറവുണ്ട്, ഇഷ്ടം പോലെ വിവരം, പക്ഷെ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ മണ്ടത്തരം, അല്ലയോ? ഇതാണ് കർത്താവ് പറയുന്നത്. അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. അപ്പൊ ഇഗ്നറൻസ്, വി ഷുഡ് നോട്ട് ബി ഇഗ്നറൻറ്റ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകണം. 2, സെക്കൻഡ് മിസ്റ്റേക്ക്, അൺബിലീഫ്, അവിശ്വാസം. എന്താണ് അവിശ്വാസം? അപ്പം കൊണ്ടുവന്നില്ല, അപ്പൊ പെട്ടെന്നൊരു ചിന്ത, അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും, അല്ലേ? അവിശ്വാസം എന്താണ് ഉളവാക്കുന്നത്? അവിശ്വാസം ഉളവാക്കുന്നത് വിചാരം, വറി. നാളെ എന്തായിത്തീരും, അയ്യോ ഇതെന്തായിത്തീരും, അയ്യോ മക്കളുടെ കാര്യം എന്തായിത്തീരും. അതെവിടുന്നാ വരുന്നേ? അവിശ്വാസം. ഇത്രയെല്ലാം വൻ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ട് ശിഷ്യന്മാർ ചിന്തിക്കുന്ന ഒറ്റ ചിന്ത, അപ്പത്തിന്റെ കാര്യം, നാളത്തെ അപ്പം എവിടുന്ന് വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ. എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞേച്ച് പിന്നെ അയ്യോ നാളത്തെ അപ്പം എവിടുന്ന് വരും. മിസ്റ്റേക്ക്. യേശു കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് സെക്കൻഡ് മിസ്റ്റേക്ക് അൺബിലീഫ്. തേർഡ് മിസ്റ്റേക്ക്, അയ്യോ ഫൊഗറ്റ്ഫുൾനെസ്. കേട്ടോ? പിന്നെ അത് യേശു കർത്താവ് പച്ചയ്ക്ക് അങ്ങ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം 5000 പേരെ പോഷിപ്പിച്ച കൂട്ടത്തിൽ 12 കൊട്ട നിങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ 4000 പേരെ പോഷിപ്പിച്ചു, അതിനും കുറെ കൊട്ടകൾ നിങ്ങൾക്ക് കിട്ടി. ഇത് നിങ്ങൾ ഇപ്പൊ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ മറന്നുപോയത്? പിന്നെ അപ്പം ഇവിടുന്ന് വരുമെന്നാ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. ഒരു നിമിഷം കർത്താവ് അത്ഭുതകരമായി നടത്തിയില്ലയോ? ആവശ്യങ്ങളെല്ലാം കരുതിയില്ലയോ? കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സ്റ്റക്കായ സമയത്ത് അവൻ ചെങ്കടലിൽ നമുക്ക് വേണ്ടി ചെങ്കൽപ്പാത ഒരുക്കി, പാട്ടുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും പറയാം, അയ്യോ ഇന്നപ്പം വൈകിട്ടത്തെ കാര്യം എങ്ങനാ? ഇതാണ് ശിഷ്യന്മാരുടെ പ്രശ്നം. ഇത് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രശ്നം. ഇത് തന്നെ കോവിഡിന്റെ സമയത്ത് നടത്തിയൊരു ദൈവം ഇല്ലയോ? യുദ്ധത്തിന്റെ സമയത്ത് അവൻ നടത്തത്തില്ലയോ? കൊള്ളാം. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന കർത്താവ്, അല്ലേ? ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന കർത്താവ്. ഞങ്ങളുടെ ബിസിനസ് ഒരു എക്സ്പീരിയൻസ് സെന്ററിൽ ഇൻവെസ്റ്റ് ചെയ്തു ദുബായിൽ. ദുബായിൽ എക്സ്പീരിയൻസ് സെന്റർ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഇനോഗ്രേഷൻ ഈ ആഴ്ച ഞാൻ പോകേണ്ടത്. അപ്പോഴാണ് യുദ്ധം എല്ലാം വന്ന് അവിടുത്തെ ബിസിനസ് നിങ്ങൾക്കറിയാമല്ലോ, മിഡിൽ ഈസ്റ്റിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്കറിയാം, എല്ലാം സ്റ്റോപ്പായി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നല്ല വിശ്വാസിയാണ്. അപ്പം അവനും പുള്ളിയും ഞാനും കൂടാണ് ഇതിൻ്റെ പരിപാടികളെല്ലാം. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, എടാ ഒരു കാര്യം തുടങ്ങുമ്പോഴാണല്ലോ എന്തൊക്കെ പണിയാണ് കിട്ടുന്നതെന്ന്. അപ്പം പുള്ളി പറഞ്ഞു, അവിശ്വാസം സംസാരിക്കരുത്. നമ്മൾ ഈ പരിപാടി മുഴുവൻ തുടങ്ങിയത് കോവിഡിൻ്റെ നടുക്കില്ലയോ? കോവിഡിൻ്റെ നടുക്ക് ഒരു സാധനം വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് കർത്താവ് നടത്തിയില്ലയോ? കർത്താവ് നടത്തും. അത് എക്സ്പീരിയൻസ് സെന്റർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യുദ്ധം കർത്താവ് നടത്തുമെന്നേ. പക്ഷെ പെട്ടെന്ന് നമ്മളങ്ങ് മറന്നുപോയി. 5 വർഷം, അയ്യോ
അത് മറന്നുപോയി അല്ലേ? ഇത് നമുക്കെല്ലാം പറ്റുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് കർത്താവ് ഈ 3 കുറ്റങ്ങളെ ചൂണ്ടിക്കാട്ടി വലിയ കറക്റ്റായിട്ട് പറയാ, ഡോണ്ട് ബി ഇഗ്നറന്റ് ഓഫ് ദ സ്പിരിച്വൽ മീനിങ്. നിങ്ങൾ ഇത്രയും നാളെ എൻ്റെ കൂടെ നടന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇഗ്നറൻസ്? നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിശ്വാസം? എന്തുകൊണ്ട് നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെടുന്നു? 3 ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ? ഇസ്രായേൽ മക്കൾക്ക് പറ്റി ഇത് തന്നെയല്ലയോ? അത്ഭുതകരമായിട്ട് മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. മരുഭൂമി വന്നപ്പോൾ മറന്നുപോയി, പെറുപെറുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ചെങ്കടലിന് മുമ്പിൽ നിന്നു, അത്ഭുതകരമായ പാത ഒരുക്കി അപ്പുറത്ത് കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ യോർദാന്റെ മുമ്പ് വന്നപ്പോൾ പിന്നെയും മറന്നുപോയി. യോർദാനെക്കാട്ടിലും വലിയ കടലിന്റെ ഇടയിലൂടെ രക്ഷപ്പെട്ടത്, അതും മറന്നുപോയി. നമ്മൾ ഇങ്ങനെ പ്രിയമുള്ളവർ, ഈ 3 മിസ്റ്റേക്ക് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇൻഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റെംസ് ഫ്രം ഫൊഗെറ്റ്ഫുൾനെസ്. നന്ദികേട് തുടങ്ങുന്നത് എവിടാ? നമ്മുടെ ഓർമ്മക്കുറവിൽ നിന്നാണ് നന്ദികേട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. കർത്താവ് നടത്തിയ വഴികളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത്ഭുതകരമല്ലേ? ഇന്നലെ എൻ്റെ കുറച്ച് സ്നേഹിതര് വന്നു. അവർ വെളിയിൽ നിന്ന് വന്നതാ. അപ്പോൾ അവർ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു. ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പം നിറച്ചാളും യൗവനക്കാരും എല്ലാം ഇങ്ങനെ ഓരോ വർക്കിനകത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ മിനിസ്ട്രി, യൂത്ത് ഫോർമേഷനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് പേര്, കുറച്ച് പേര് ഇന്റേൺ ചെയ്യുന്നു, കുറച്ച് പേര് ഓടി നടക്കുന്നു. അപ്പം പെട്ടെന്ന് നമ്മുടെ താഴത്തെ ഹാളിൽ ഒരു ലീക്ക്. കാരണം ഞങ്ങളുടെ വലിയ ഓഡിറ്റോറിയം ഉണ്ട്. അപ്പം അവിടെ ഇപ്പോൾ വലിയ പ്രോഗ്രാം നടക്കുക. അപ്പം നടക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ലീക്ക്. അപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടം. അയ്യോ, ഇനി പ്രോഗ്രാമിനാണ്. മഴ അങ്ങോട്ട് തുടങ്ങി. ഇന്നലെ ഒരു വലിയ മഴയും പെയ്തു. അപ്പം മഴ എങ്ങനെ ഇത് നടക്കും? നമുക്ക് ആ റൂഫ് മാറ്റാൻ പറ്റത്തില്ലല്ലോ, അതിന് ഒരുപാട് പണമാവും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ ശുശ്രൂഷ എപ്പോഴാണ് തുടങ്ങിയെന്ന്? റൂം ഉണ്ടായിരുന്നോ? ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നോ? AC ഉണ്ട്? ഒന്നുമില്ലായിരുന്നല്ലോ, ഒന്നുമില്ലായിരുന്നു. എവിടുന്നൊക്കെയോ ദൈവം ആളെ കൊണ്ടുവന്നു, എവിടുന്നൊക്കെയോ ആളുകൾ വന്നു, എവിടൊക്കെയോ കർത്താവ് ഇപ്പൊ ഇരിക്കാൻ വയ്യാത്ത പോലെ. അപ്പം കർത്താവ് അന്ന് നടത്തി ഒന്നുമില്ല. ഇപ്പൊ ഇച്ചിരൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ, ലീക്ക് വരുമോ, പൊട്ടുമോ, താഴെ എല്ലാം ഭയങ്കര ടെൻഷനാ അല്ലേ? മറന്നുപോയത് കൊണ്ടല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കർത്താവ് ശുശ്രൂഷ വളർത്തിയത്, ഇല്ലയോ? മറന്നുപോയത് എന്തുകൊണ്ട്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വരരുത്, മറന്നു പോകരുത്. കർത്താവ് നടത്തിയ വഴികളെയോ നമ്മൾ ഒരിക്കലും മറക്കരുത്. വി ഷുഡ് നോട്ട് ഫൊഗെറ്റ്. ആ മറന്നു പോകുമ്പോഴാണ് നന്ദികേട് വായിൽ നിന്ന് വരുന്നത്. അതൊരിക്കലും വരാതിരിക്കണമെങ്കിൽ തിരിഞ്ഞു നോക്കണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, മുമ്പോട്ട് എങ്ങനെ എന്നറിയാത്തപ്പോൾ തിരിഞ്ഞു നോക്കണം. whenever you don't know what lies ahead, look back. തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം കർത്താവ് എത്ര അത്ഭുതകരമായി നടത്തി എന്നുള്ളത്. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൻസ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പം എൻ്റെ പേരൻസും ഇൻലോസും ഒക്കെ പ്രായമായി വരുമ്പോഴേ, ഈ പ്രായമാകുമ്പോൾ ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് കൺസേൺ യുവർ മൈൻഡ് അല്ലേ? നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ചില ചിന്തകളുണ്ട്. നമ്മൾ എത്ര വലിയ വിശ്വാസികളാണെങ്കിലും ചില ചിന്തകളുണ്ട്. അത് എൻ്റെ അമ്മയോടോ അപ്പയോടോ ഒക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അറിയാതെ എവിടെയോ അടിത്തട്ടിൽ കിടക്കുന്ന ചില ചിന്തകൾ. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? ആരോഗ്യം എങ്ങനെയായിരിക്കും? എവിടെ നമ്മൾ നിൽക്കും? നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച ആര് നമ്മളെ നോക്കും? ഇങ്ങനെയൊക്കെയുള്ള ചില എല്ലാം ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ദീസ് ആർ ഓൾ റിയാലിറ്റീസ് ഓഫ് ലൈഫ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാളെ എന്താകും എന്നറിയാത്തപ്പോൾ തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നടത്തിയ വഴികളെ കുറിച്ച് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആട്ടെ, അടുത്തത് ഇനി വലിയൊരു ചോദ്യം ചോദിക്കുകയാണ് യേശു കർത്താവ്. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യെരമ്യാ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നും പറഞ്ഞു. ഇനി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയും. ഇവിടെ നമ്മൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത്, മെനി പീപ്പിൾ ഹാവ് മെനി തോട്ട്സ് ഓൺ ജീസസ്. യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ്. നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഭിപ്രായം. മഹാത്മാഗാന്ധിയെക്കുറിച്ചും പോലും ഒരുപാട് പേര് ചീത്ത അഭിപ്രായങ്ങൾ പറയും. യേശു കർത്താവിനെ പോലെ കുറിച്ച് ഒരുത്തന് ഒരു വാക്ക് പോലും ചീത്ത പറയത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എന്നാ? അവന്റെ ശത്രുക്കളെ നോക്കി കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്നെ കുറ്റം ചുമത്തുവാൻ കഴിയും? അവനെ ക്രൂശിക്കാൻ നിന്നവർ പോലും അവരുടെ വാ അടഞ്ഞു പോയെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ ആഗ്രഹിച്ചവർക്ക് പോലും കുറ്റം പറയാൻ പറ്റാത്ത പോലെ ജീവിച്ചൊരു മനുഷ്യനാണ് ക്രിസ്തു. അതുകൊണ്ട് ഇന്നും യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും 4 നാവ അല്ലേ? ക്രിസ്തുവിനെ പോലെ. പക്ഷെ യേശു കർത്താവ് പറയുന്നത് അതൊന്നും അല്ല എൻ്റെ വിഷയം. അതല്ല എൻ്റെ വിഷയം. കോംപ്ലിമെന്ററി വേർഡ്സ് ആർ ഗുഡ്, ബട്ട് ദാറ്റ് വാസന്റ് ആക്യുറേറ്റ്, അല്ലയോ? ഈ കോംപ്ലിമെന്ററി വേർഡ്സ് എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പം നമ്മുടെ ഒരു മീറ്റിങ്ങിന്
കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ നമ്മുടെ കൺവെൻഷന് വിളിച്ചു കൂട്ടിയെന്ന് വിചാരിച്ചു. ഒത്തിരി പേര് ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. യേശു കർത്താവുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല, പക്ഷെ അവരെ വിളിക്കും. അവരെ വിളിച്ചു കഴിയുമ്പോൾ അവർ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു സംസാരവും, അത് കഴിയുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് ഒരു 5 വാക്കും ഒക്കെ കേട്ട് കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് കൈ അടിച്ച് അങ്ങ് സന്തോഷമായി ക്ലിപ്പായി അതങ്ങോട്ട് വിടും. അപ്പോ അവരെന്താ പറയുന്നതെന്നറിയോ? അവർ പറയുന്നത് യേശു ക്രിസ്തു നല്ലൊരു മനുഷ്യനായിരുന്നെന്നും യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ പോലെ നല്ല വചനങ്ങൾ ഉണ്ടെന്നും എല്ലാം ക്ലിയർ ആയിട്ട് പറയും. പിന്നെ യേശു കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയും. അവിടാണ് ക്രൈസിസ് പോയിന്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുവരെ എവറിത്തിങ് ഇസ് ഓക്കെ. ജീസസ് ഇസ് എ ഗുഡ് ടീച്ചർ, ജീസസ് ഇസ് എ ഗുഡ് ഗുരു, ജീസസ് വാസ് എ പ്രോഫറ്റ്, എല്ലാം നല്ലതാണ്, ശരി. പക്ഷെങ്കിൽ ചോദ്യം അതല്ല, നിങ്ങൾ എന്നെ ആർ എന്ന് പറയും. ഈ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ജനം എന്തും പറഞ്ഞോട്ടെ, ലെറ്റ് ദം സേ വാട്ട് എവർ, നിങ്ങൾ എന്ത് പറയുന്നു. അപ്പോൾ ഇന്ന് ലോകം മറുപടി പറയേണ്ട ചോദ്യം ഇതാണ്, ഹൂ ഡു യു സേ ജീസസ് ഇസ്? അതിന് പലർക്കും പല മറുപടികളാണ്. ആ മറുപടികൾ തെറ്റല്ല, പക്ഷെങ്കിൽ പൂർണ്ണ സത്യമല്ല. മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ നന്നായിട്ട് പറയും ഈസാ നബി എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ഗ്രേറ്റ് പ്രോഫറ്റ്. അത് തെറ്റാണോ? അല്ല, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതല്ല ചോദ്യം, അതല്ല ചോദ്യം. യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ, ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചർ എന്ന് പറയുന്ന ആളുകളുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ബെസ്റ്റ് പ്രീച്ചർ ദാറ്റ് എവർ ലിവ്ഡ് എന്ന് പറയുന്നവർ ഉണ്ട്. ഇതൊന്നും തെറ്റല്ല, എല്ലാം ശരിയാണ്. പക്ഷെ പൂർണ്ണ സത്യം അതല്ല. പൂർണ്ണ സത്യത്തിലേക്ക് വരാതെ യേശു കർത്താവിന്റെ പിന്നാലെ പോകുവാൻ സാധ്യമല്ല. അപ്പോൾ ആ സമയത്ത് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നീ പ്രവാചകനാണെന്നോ, നീ നല്ല മനുഷ്യനാണെന്നോ, നീ ഏലിയാവിനെ പോലാണെന്നും, നീ യെരമ്യാവാണ്, ഇതൊന്നുമല്ല. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറയുന്നു. See, this is the true revelation of who Jesus is. അതുവരെ ഉള്ളതൊക്കെ കോംപ്ലിമെന്ററി സാധനങ്ങളാണ്. ഇതാണ് യഥാർത്ഥം. നമ്മുടെ ഈ മുസ്ലിം സഹോദരങ്ങളോട് ഇതൊന്ന് പറയാൻ പറ്റുമോ? നീ യഥാർത്ഥത്തിൽ സത്യദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പറയുമോ? അവിടാണ് ചോദ്യം. അല്ലാതെ പ്രോഫറ്റ് ആയിരുന്നു, അതൊക്കെ എല്ലാവരും പറഞ്ഞു, നോ പ്രോബ്ലം, നല്ല കാര്യം, നിങ്ങൾ പറഞ്ഞു, നല്ല വാക്കുകൾ ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ അതല്ല വിഷയം. ഹൂ ഇസ് ജീസസ് ടു യു? ഇപ്പൊ പറയാ, നീ മശിഹ എന്ന് പറഞ്ഞ രക്ഷയ്ക്ക് എനിക്ക് നീ അല്ലാതെ വേറെ വഴിയില്ല. 2, നീ ദൈവം തന്നെ, യു ആർ ഗോഡ് ഇൻകാർണറ്റ്. അതിനകത്ത് 2 വഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രോസസ്സിൽ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ഒരു നാമം, there is one name by which man shall be saved, and that name is Jesus Christ the Messiah. ഈ തിരിച്ചറിവിൽ, ഈ റെവലേഷനിൽ വരാത്ത കാലത്തോളം യേശുക്രിസ്തുവിനെ കുറിച്ച് 10,000 നല്ല കാര്യങ്ങൾ പറഞ്ഞാലും യാതൊരു പ്രയോജനം എനിക്കോ നിങ്ങൾക്കോ ഇല്ല എന്നുള്ളത്. ജീസസ് ഡസന്റ് നീഡ് യുവർ കോംപ്ലിമെന്ററി വേർഡ്സ്, അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ചില സെലിബ്രിറ്റീസിനൊക്കെ വിളിച്ച് നമ്മുടെ മീറ്റിങ്ങിൽ കൊണ്ടുവരും. അപ്പോൾ അവര് അങ്ങോട്ട് കർത്താവുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, രക്ഷയുടെ അനുഭവമില്ല, പക്ഷേ യേശു എന്നൊക്കെ 4 പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ അങ്ങ് കൈയടിച്ച് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പ്രോത്സാഹിപ്പിക്കും, അല്ലേ? ഭയങ്കര. സി, ചോദ്യം അതല്ല. ചോദ്യം, ഹൂ ഇസ് ജീസസ് ടു യു? നിങ്ങൾ എന്നെ ആർ എന്ന് പറയും. വിൽ യു അക്നോളജ് ഹിം ആസ് ലോർഡ്? വിൽ യു അക്നോളജ് ഹിം ആസ് സേവിയർ? അതാണ് the one exclusive Lord and Savior. അതാണ് ചോദ്യം. അപ്പൊ പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഓക്കെ. അപ്പോൾ അതിന് യേശു മറുപടി പറയുന്നു. 17 മുതൽ 20 വരെ. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും,
നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഓക്കെ, ഇനി യേശു കർത്താവ് പറയാ, പത്രോസേ, ഇത് ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, പിന്നെ ആരാ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. ഇതിനകത്തൊരു വലിയ സത്യമുണ്ട്. എത്ര ഡിബേറ്റ് ചെയ്താലും, എത്ര പുസ്തകം വായിച്ചാലും, എത്ര അപ്പോളജറ്റിക്സ് സെമിനാർ നടത്തിയാലും ജഡരക്തങ്ങൾക്ക് യേശു ക്രിസ്തു ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധ്യമല്ല. പിതാവ് ആകർഷിക്കല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരത്തില്ല എന്ന് കർത്താവ് പറഞ്ഞു, അല്ലേ? നോ വൺ കംസ് ടു മീ എക്സെപ്റ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇനി എന്തൊക്കെ എൻ്റെ ജഡത്തിൽ ചെയ്താലും ഒരു മനുഷ്യനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. ദ നീഡ് ഓഫ് സാൽവേഷൻ, the need for forgiveness, the need of a savior can only be acknowledged by a person if the Father reveals it to them. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്, നമ്മൾ എത്ര വർഷമായിട്ട് ഇവരോട് പറയുന്നത്, ഇവർക്ക് ഇത് മനസ്സിലാകത്തില്ല. കാരണം ജഡരക്തങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധ്യമല്ല. പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും പുത്രന്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സത്യം. പിന്നെ യേശു കർത്താവ് പറയാ, അപ്പൊ നീ പറഞ്ഞതൊക്കെ കറക്റ്റാ, പറയാ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മണ്ടയ്ക്ക് ഒരുപാട് തർക്കങ്ങൾ, ഒരുപാട് വാദങ്ങൾ, ഒരുപാട് ഡിവിഷൻസ് വന്നിട്ടുണ്ട്. പത്രോസ് ആണ് പാറ, പത്രോസ് എന്ന പാറ ഇല്ലെങ്കിൽ സഭ വരത്തില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിനകത്ത് രണ്ട് വ്യൂസ് ഉണ്ട്. വൺ വ്യൂ എന്ന് പറയുന്നത് എന്നാ, പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് പാറ, അവന്റെ മേൽ കർത്താവ് സഭയെ പണി. രണ്ടാമത്തെ വ്യൂ എന്താ? യേശു കർത്താവിന്റെ പ്രഖ്യാപനം, അതായത് ഹി സേയിങ്, എന്താണ് പ്രഖ്യാപനം? ആ പ്രഖ്യാപനത്തിന്റെ മേലാണ് ഹീസ് ഗോയിങ് ടു ബിൽഡ് ഹിസ് ചർച്ച്. മനസ്സിലായോ? സോ വൺ വ്യൂ ഇസ് ദാറ്റ് ക്രൈസ്റ്റ് വിൽ ബിൽഡ് ഹിസ് ചർച്ച് അപ്പോൺ ദ പേഴ്സൺ ഓർ ദ റോക്ക് കോൾഡ് പീറ്റർ. രണ്ട്, യേശു കർത്താവിന്റെ പ്രഖ്യാപനം, ഹീസ് ഗോയിങ് ടു ബിൽഡ് ഹിസ് ചർച്ച് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ഹി മേഡ്. ഓക്കെ, ഇതിന്റെ പേരിൽ ഒരുപാട് തർക്കങ്ങൾ, ഒരുപാട് വാദങ്ങൾ, അതൊക്കെ വിട്. ഓക്കെ, ഞാൻ ഒറ്റ പത്രോസിന്റെ ഭാഷയിൽ ഒരു കാര്യം പറയാം. ഐ വിൽ ടെൽ യു വാട്ട് പീറ്റർ തിങ്സ് ഓഫ് ദിസ്. അതാകുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടുമല്ലോ, എന്താണ് പത്രോസ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പത്രോസ് 1 പത്രോസ് 2:6 പത്രോസ് ഇത് പറയുക, ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും ലജ്ജിച്ചു പോവുകയില്ല. ഈ കല്ലാരാ? പത്രോസാണോ? ഇത്രയെല്ലാം കർത്താവ് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും പത്രോസ് പറഞ്ഞില്ല ഞാനാണ് കല്ല്, എൻ്റെ മേലാണ് സഭ. ഒരിക്കലും പത്രോസ് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തു ആയിക്കൊള്ളട്ടെ. സോ പീറ്റർ നെവർ കൺസിഡേർഡ് ഹിം ടു ബി ദ കോർണർസ്റ്റോൺ. അത് നമ്മൾ ആദ്യം അങ്ങ് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അത് നമുക്ക് എഗ്രി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന പാറമേൽ, ഇപ്പൊ പത്രോസ് എന്ന പാറമേൽ പണിതിരുന്നെങ്കിൽ എന്തൊക്കെയായി തീരുമെന്ന്, ഇത് ഭയങ്കര ഷേക്കി ആയി പോകും. അങ്ങനൊരു ഷേക്കി സഭ നമുക്ക് വേണോ? എനിക്ക് ഡൗട്ടുണ്ട്. മനസ്സിലായോ? ഇറ്റ്സ് എ വെരി ഷേക്കി ഗ്രൗണ്ട്. പക്ഷെങ്കിൽ കർത്താവ് ഒരു പക്ഷെങ്കിൽ പറഞ്ഞത് നിന്നെ ഒരു പില്ലറാക്കും എന്നായിരിക്കും, അല്ലേ? നമ്മുടെ സഭകൾ അല്ലെങ്കിൽ സഭ സ്ഥാപിച്ചപ്പോൾ ഹി വാസ് ദ പില്ലർ, അല്ലേ? അവനൊരു തൂണായിരുന്നു. അത് യാക്കോബിന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, തൂണ. ഹി വാസ് എ പില്ലർ ഓഫ് ദ ചർച്ച്. സഭയുടെ ഒരു തൂണായിരുന്നു. അതായിരിക്കും ഒരുപക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത്. രണ്ട്, കർത്താവ് ഒരുപക്ഷെ ഉദ്ദേശിച്ചത്, നീ ഇപ്പൊ ഇങ്ങനെ വിഷി വാഷി ഒരാളാണ്, നിനക്കൊരു സ്ഥിരതയില്ലാത്തവനാണ്, ചിന്തിക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്നവനാണ്, എടുത്തിയാട്ടക്കാരനാണ്. അപ്പോ നിന്നെ ഞാൻ ഒന്ന് സോളിഡ് ആക്കും, നിന്നെ ഒന്ന് റോക്ക് സോളിഡ് ആക്കും എന്നായിരിക്കും കർത്താവ് ഉദ്ദേശിച്ചത്. പക്ഷെ കർത്താവ് പറയാൻ ആഗ്രഹിച്ച ഇതാണ്, ഈ സ്റ്റേറ്റ്മെന്റിന്റെ മേളിലാണോ പത്രോസിന്റെ മേലാണോ എന്നുള്ള ചോദ്യത്തിന്റെ പുറകിൽ നമ്മൾ ഒരുപാട് ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാര്യം കർത്താവ് പറയുന്നു, എന്താണ്? ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. I will build my church and the gates of Hades shall not prevail against it. അപ്പോൾ കർത്താവ് തന്നെ മൂലക്കല്ലാണെങ്കിൽ കർത്താവ് സഭയെ പണി. ഇപ്പം ഞങ്ങൾ
അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങളൊരു ടീമായി മിഷൻ ഫീൽഡിൽ പോവാം. പല സ്ഥലങ്ങളിൽ പോകുന്നു. പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എവിടെയൊക്കെയാണ് പോകുന്നത്. അപ്പം ചില സ്ഥലങ്ങളൊക്കെ പ്രയാസമുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ വലിയൊരു ടീമാണ്. ഇവിടെ നമ്മൾ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന ചില കാഴ്ചകളുണ്ട്. അതിൻ്റെയൊക്കെ റിപ്പോർട്ട് ഞാൻ വന്നു കഴിയുമ്പോൾ തരാം. ചില സ്ഥലങ്ങൾ, അതായത് മിഷൻസ് ഇന്ത്യയുടെ ഒരു സ്ഥലമുണ്ട്. ജമ്മുവിൽ ഒരു മിഷൻ ഫീൽഡാണ്. അതൊരു കുന്നിൻ്റെ മണ്ടയ്ക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം ചെല്ലുന്ന എനിക്കൊന്നൊരു 15-18 വർഷം, അന്ന് എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, 20 years ബാക്കൊക്കെയാണ് ഞാൻ ആദ്യം പോകുന്നത്. അവിടെ പോകുമ്പോൾ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക് വലിയ, അന്ന് റോഡില്ല, ഒന്നുമില്ല. നമ്മളൊരു പാലത്തെ കയറി നടന്നു കയറണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം. അപ്പോൾ അവിടുത്തെ മിഷണറി സുജിത് ഭൂജൽ, ഞാൻ വന്നു കഴിയുമ്പോൾ പുള്ളിയുടെ പടമൊക്കെ കാണിക്കാം, അദ്ദേഹം എഴുതിയിരിക്കുക, ഞാനിവിടെ വന്നപ്പോൾ ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല, നോട്ട് വൺ ബിലീവർ, നോട്ട് വൺ. ഞാൻ പറഞ്ഞ ഒന്നുപോലും ഇല്ല, ഒരാൾ പോലും ഇല്ല, പുള്ളി മാത്രമേ ഉള്ളൂ. പുള്ളിയും ഭാര്യയും വേല തുടങ്ങി. ഈ പ്രാവശ്യം ആ ഷെഡിനകത്ത് സ്ഥലമില്ല, എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പം ഈ പ്രാവശ്യം ഞാൻ അവിടെ ചെന്നിട്ട് ദൈവം അനുഭവിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ കാണിക്കാം. മീൻസ് യൂട്യൂബിൽ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കാണിക്കാം, നിങ്ങളെല്ലാം കാണിക്കാം. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇത് മിഷൻസ് ഇന്ത്യയോ സുജിത് ഭൂജലിൻ്റെയോ ചർച്ചല്ല, ഇത് യേശു കർത്താവിൻ്റെ സഭയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇതിനെ പണിയും. ഇനി എന്തൊക്കെ ഇതിനെതിരെ വന്നാലും, വാട്ട് എവർ കംസ് അഗൈൻസ്റ്റ് ദിസ്, കർത്താവ് തൻ്റെ സഭയെ പണിതിരിക്കും. ഈ മിഷൻ വർക്കിന് പോകുമ്പോഴേ, മിഷൻ വർക്ക് ചാലഞ്ചസോടെ ചാലഞ്ച്, അതിപ്പോൾ റൂറൽ ആണെങ്കിലും ഏർബൻ ആണെങ്കിലും ഏത് വെറൈറ്റി മിഷൻ വർക്ക് ചെയ്താലും ചാലഞ്ചോടെ ചാലഞ്ചാ അല്ലേ? എതിർപ്പുണ്ട്, പ്രയാസമുണ്ട്, കള്ള സഹോദരങ്ങളുണ്ട്, എല്ലാ പ്രശ്നങ്ങളാണ്. എന്താണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്? കോൺഫിഡൻസ് എന്താണെന്നറിയോ? കർത്താവ് തൻ്റെ സഭയെ പണിയുമെന്നുള്ളതാ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങ് കൂട്ടുകൂടിയാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇറ്റ് ടേക്സ് ദ സ്ട്രെസ് ഓഫ് യു. നമ്മളിത് പണിയാൻ പോകുന്നതുകൊണ്ടാണ് ഈ പണി കിട്ടുന്നത്. അല്ലേ? നമ്മളത് പണിയും, നമ്മളത് ചെയ്യും, നമ്മളൊന്നും ചെയ്യണ്ട, കർത്താവ് അത് ചെയ്യും. നമ്മളൊന്ന് കൂട്ടുകൂടിയാൽ മതി, അല്ലേ? അതുകൊണ്ടാണല്ലോ കൂട്ടുവേലക്കാർ എന്നുള്ള പദം വരുന്നത്. വി ആർ ഫെലോ വർക്കേഴ്സ്. മെയിൻ വർക്ക് ഇപ്പം ഞാനേ ഏത് സാധനം ഇവിടുന്ന് ഹെവി സാധനം എടുക്കാൻ തുടങ്ങിയാലും, എടുത്തങ്ങോട്ട് തുടങ്ങുമ്പോൾ നല്ല വെയിറ്റ് സാധനമായിരിക്കും. ചിലപ്പോൾ 4 കിലോ 5 കിലോ ഇവിടെ സാധനം എടുത്ത് സാറ വണ്ടിക്കകത്ത് വെക്കും. വണ്ടിയിൽ നിന്ന് എടുത്ത് ഞാനാണ് കിച്ചണിൽ കൊണ്ടുപോകും. കൊടുക്കുമ്പോൾ എൻ്റെ 3 വയസ്സ് നയന, അവൾക്ക് ഹെൽപ്പ് ചെയ്യണം, എല്ലാത്തിലും കയറി ഹെൽപ്പ് ചെയ്യണം അവൾക്ക്. ഇനി അവൾ ഹെൽപ്പ് ചെയ്തിട്ട് വേണം ഞാനിത് പൊക്കി അവിടെ വെക്കാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവളും അതിൻ്റെ ഒരു മൂലക്കൊക്കെ പിടിച്ച് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവളും അപ്പാ വി ഡിഡ് ഇറ്റ്. ഓ, അതെങ്ങനെ അവൾ ചെയ്ത്? അവളുടെ സന്തോഷം എൻ്റെ കൂടെ കൂടാൻ പറ്റിയത്, എൻ്റെ സന്തോഷം അവൾ എൻ്റെ കൂടെ കൂടാൻ പറ്റിയത്. വെയിറ്റ് ആരാ വെക്കുന്നത്? ഞാനാ വെക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. നിങ്ങൾ കൂട്, യു കം അലോങ്, യു ക്യാൻ ഓൾസോ ബി പാർട്ട് ഓഫ് ദ ജോയ്സ്. ഇതാണ് ദൈവവേല എന്ന് പറയുന്നത്. മനസ്സിലായോ? കർത്താവ് ചെയ്യുന്നു, നമ്മൾ കൂട്ടുകൂടുന്നു എന്നുള്ളത്. അപ്പൊ അപ്പൊ ഇനിയും വരുന്ന കാലങ്ങളൊക്കെ വളരെ പ്രയാസമേറിയ കാലഘട്ടങ്ങളാണ്. ഒന്നും എളുപ്പമാകാൻ പോകുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ കൂടെ പണിയുന്നതിന്റെ കാരണം തന്നെ കർത്താവ് പറഞ്ഞു, കർത്താവ് പണിയും, കർത്താവ്. പിന്നെ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കാര്യത്തിൽ പോലും തോറ്റിട്ടില്ലല്ലോ, ഒരു യുദ്ധം പോലും തോറ്റിട്ടില്ലല്ലോ. അപ്പൊ നമ്മളങ്ങ് കൂടെ കൂടുക, അല്ലേ? അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അടുത്ത നമ്മുടെ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പം അകത്ത് കയറണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പത്രോസിന്റെ താക്കോലാണെന്നാണെന്നോ ചിന്തിക്കുന്നത്? അല്ല, അത് തെറ്റായ ഉപദേശമാണ്. അതല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. കർത്താവ് പറയാൻ ആഗ്രഹിച്ചത് ഹീസ് ഗോയിങ് ടു ഓപ്പൺ ദ ഡോഴ്സ്, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിച്ചു, 2-ാമത്തെ അധ്യായത്തിൽ യഹൂദന്മാർക്കുള്ള ആ ഒരു വാതിൽ തുറന്നു കൊടുത്തത് പത്രോസാണ്. അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ ജാതികളുടെ ഇടയിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നത് പത്രോസ്. അതുകൊണ്ട് ഈ താക്കോല് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആക്സസ് എന്നുള്ളത് നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. അല്ലാതെ പത്രോസ് സ്വർഗത്തിന്റെ കാവൽക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് ഒത്തിരി പ്രയാസമാകും നമുക്ക്. അതുകൊണ്ട് നമ്മളത് അങ്ങനെ എടുക്കരുത്. പിന്നെ
യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ആരോടും ഇത് പറയരുത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആരോടും പറയരുത്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അപ്പോ അത് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പത്രോസ് വലിയ പ്രഖ്യാപനം നടത്തി. എന്താ നടത്തിയത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിയാകുന്നു. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് ആരോടും പറയരുതെന്ന് കർത്താവ് പറഞ്ഞതിന്റെ കാരണം എന്നാ? കർത്താവ് പറയാൻ ആഗ്രഹിച്ച ഒന്നേ ഉള്ളൂ, ഞാൻ ആരാന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും അപ്പം എവിടെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഞാൻ ആരാന്ന് മനസ്സിലാക്കുന്നത് വരെ നിങ്ങൾ ആരോടും പറയരുത്. അത് തന്നെയാണ് കർത്താവ് നമ്മളോടും പറയാൻ. സുവിശേഷം എന്താണെന്നും യേശു കർത്താവ് ആരാണെന്നും വ്യക്തമായി മനസ്സിലാകാതെ, അല്ല നമ്മൾ ഇതിനകത്ത് PhD എടുക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്, ഇതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകാതെ നമ്മൾ ആരോടും പറയരുത്. അതാണ് അതിന്റെ അർത്ഥം. കാരണം ദർ ഇസ് എ ടൈം. ഓക്കെ, എന്നിട്ട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, അതിന് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് പറയുന്നവരെ, നിങ്ങൾ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും, നിങ്ങൾ അടിക്കുന്നത് സ്വർഗത്തിലും അടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്നാ? വാട്ട് ഡസ് ഇറ്റ് മീൻ? അത് യഹൂദ കോണ്ടെക്സ്റ്റിൽ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഫോർബിഡിങ്, റെസ്ട്രിക്റ്റിങ്. ഇത് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ സ്വർഗത്തിന്റെ റൂള് പോലെ ആയിരിക്കുമെന്നും, ലൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അനുവദിക്കുന്നത് നിങ്ങളും അനുവദിക്കുന്ന. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് തിരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, അതിന്റെ പേരിൽ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട്. പക്ഷെ ഞാനിതിനെ കെട്ടുന്നു എന്ന് പറഞ്ഞ ഉടനെ കെട്ട്, അങ്ങനെ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്. കാരണം മനുഷ്യന്റെ ജഡത്തിൽ ഒരുപാട് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഫസ്റ്റ് അപ്പോസിൽസ്, അതായത് 12 ശിഷ്യന്മാരെ കർത്താവ് എടുത്തപ്പോൾ അവരിലൂടാണല്ലോ നമുക്ക് തിരുവെഴുത്തുകൾ, പുതിയ നിയമം ലഭിച്ചത്, അല്ലേ? അപ്പോൾ കർത്താവ് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. യു ഹാവ് ദ റൈറ്റ് ടു ഡിക്ലെയർ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. വൈ? ബിക്കോസ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഹെവൻ അപ്രൂവ്സ് ആൻഡ് വാട്ട് ഹെവൻ റിജക്ട്സ്. സ്വർഗം എന്ത് അനുവദിക്കുന്നു, സ്വർഗം എന്ത് കെട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിന്റെ പ്രതിനിധികൾ ആകും എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്. അല്ലാതെ അവർക്ക് ഉടനെ സ്വർഗത്തിലെ കാര്യങ്ങൾ തിരുത്തി എഴുതാനുള്ള പെർമിഷൻ കൊടുക്കുവാണോ എന്നുള്ളത് ഇതിനകത്തുനിന്ന് നമുക്ക് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ നമുക്ക് സാധ്യമല്ല. ഇറ്റ്സ് നോട്ട് റൈറ്റ്. എനിവേ, ഇതിനകത്ത് കർത്താവ് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണം. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ പോയി പ്രസംഗിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സുവിശേഷം, മറ്റൊരു യേശുവിനെ നിങ്ങൾ പ്രഖ്യാപിക്കും. അതേത് യേശുവാ? നിങ്ങൾക്ക് വിശക്കുമ്പോൾ അപ്പം തരുന്നൊരു യേശു. മനസ്സിലായേ? എന്നിട്ട് യേശു കർത്താവ് അടുത്ത ലെവലിലേക്ക് പോവാം കേട്ടോ. ഈ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് ഞാൻ താക്കോല് തന്നിരിക്കുന്നു, അത് തന്നിരിക്കുന്നു, ഇതൊക്കെ എന്നിട്ട് പിന്നെ യേശു പറയാം കേട്ടോ. 21 മുതൽ 23 വരെയുള്ള വാക്യം. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പോഴാണ് അവരുടെ അവരുടെ ഉള്ളിൽ ഒരു നെഞ്ചെടുപ്പുണ്ടായത്. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ, അത് അരുത്, നിനക്ക് ഇങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടെ എത്രയെ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു വലിയ സംഭവം സംഭവിക്കുക. യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടന്നു. യേശു കർത്താവ് അവർക്ക് വലിയ അധികാരം കൊടുത്തു കഴിഞ്ഞ ഉടനെ കർത്താവ് പറയാ, നിങ്ങൾ ആരോടും പറയരുത്. കാരണം എന്നാ? നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്തിനാ വന്നിരിക്കുന്നത്. എന്നിട്ട് പറയാ, ഞാൻ എന്നെ കൊല്ലാൻ പോവുക. അപ്പൊ ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരങ്ങ് അവർക്ക് ദേഷ്യം വന്നു. അവർക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. എടാ, വെള്ളത്തിന്റെ മേൽ നടക്കുന്ന യേശു ക്രിസ്തു, പത്രോസിനെ കൈനീട്ടി രക്ഷിച്ച യേശു ക്രിസ്തു ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കുമെന്നുള്ള ഹോപ്പിലിരിക്കുക. ആ സമയത്താണ് ചെന്ന് പറയുന്നത്, എന്നെ ഇവരെല്ലാം കൂടെ ചേർന്ന് കൊല്ലാൻ പോവാന്ന്. ഒന്ന് ഓർത്ത് നോക്കിയേ. ലാസറിനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവൻ പറയാ, എന്നെ ഇവരെല്ലാം കൂടെ ചേർന്ന് കൊല്ലാൻ പോകും. പിന്നെ പത്രോസാണല്ലോ. യേശു കർത്താവിനെ അങ്ങ് ശാസിച്ചു. ഒരിക്കലും അങ്ങനെ പറയരുത്, ശാസിച്ചു. നമ്മുടെ കൂട്ടത്തിലുണ്ട് ദൈവത്തെ ശാസിക്കുന്ന ആളുകൾ, അറിയോ? കർത്താവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ? കർത്താവ്, നീ ഇങ്ങനെ ചെയ്തേ നോക്കൂ, തന്നേ തീരൂ.
എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ശാസനയാണ്. പക്ഷെ കർത്താവിൻ്റെ പേഷ്യൻസ് എത്ര വലുതാ അല്ലേ? പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ട് പോ എന്ന് പറഞ്ഞാൽ, പത്രോസ് ഇത് നീയല്ല, ഇത് സാത്താൻ നിന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്നവർ നല്ല ഉദ്ദേശത്തോടെ പറയുന്നൊരു കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദേ ആർ പീപ്പിൾ ഹു ലവ് us ആൻഡ് ദേ കെയർ ഡീപ്ലി അബൌട്ട് us. അതിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നല്ല കാര്യങ്ങളല്ല. അതൊരിക്കലും മറക്കരുത്. അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. അവർ നല്ല ഉദ്ദേശത്തിലാണോ നമ്മളോട് പറയുന്നത്? തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തോടാണ് പറയുന്നത്. നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ പറയുന്നത്? ആണ്. പക്ഷെങ്കിൽ അത് ദൈവഹിത പ്രകാരമാകണമെന്നില്ല. ആ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കണം. എന്താ പറയണ്ടേ? നമ്മൾ വളരെ കറക്റ്റായിട്ട് പറയണം. എന്താണ്? സാത്താനെ എന്നെ വിട്ടു. നമ്മളത് പോയി അവരോട് പറയണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ അത് പ്രശ്നമാവും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ 22 വയസ്സ് ആയപ്പോഴേ, ഞാൻ 21ാമത്തെ വയസ്സിൽ ജോലി തുടങ്ങിയ, എന്നാൽ ഈ 19ാമത്തെ വയസ്സ് തൊട്ട് ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ യൂത്ത്സിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ ദുബായിൽ ജോലിക്ക് ചെന്നപ്പം അവിടെ കുറച്ച് പേരെന്നെ ഒരു യൂത്ത് മീറ്റിങ്ങിന് വിളിച്ചു. പിന്നെ ഞാനൊരു 10 വർഷം അടുപ്പിച്ച് ആ യൂത്ത് മീറ്റിംഗ്, വലിയൊരു യൂത്ത് ആൻഡ് ടീൻസ് വരുന്ന ഒരു വലിയ കോൺഫറൻസാണ്. അപ്പോൾ ഞാൻ എല്ലാ വർഷവും പോവും, പ്രസംഗിക്കും. അപ്പോൾ ഞാൻ 2-3 വർഷം അവിടെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശുശ്രൂഷയൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. ഒരുപാട് പേര് യങ്സ്റ്റേഴ്സൊക്കെ കർത്താവിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നു. എനിക്കും ഇത് വലിയ സംഭവം, കാരണം ഞാനും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയാണ്, ജോലി നന്നായിട്ട് പോകുന്നു. ഒരിക്കലും ഒരു ആൻറ്റി എന്നെ വിളിച്ചുകൊണ്ട് അകത്തോണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, മോനെ, ഐ ഫീൽ ദ ലോർഡ് ഇസ് ടെലിങ് മീ, കേട്ടോ, ദൈവം എന്നോട് പറയുന്നു, നീ ദുബായിൽ ബേസ്ഡ് ആകണം. നീ ദുബായിൽ ബേസ്ഡ് ആണ്. ഇവിടെ വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് ശുശ്രൂഷ, ഇങ്ങനെയാണ്, അങ്ങനെ 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 ലോർഡ് ഇസ് ടെല്ലിങ് മീ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, രാജ്യം വിടാൻ ഞാൻ അനുവദിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, താങ്ക് യു ലോർഡ്, നമുക്ക് വെരി ക്ലിയർ. പക്ഷേ ആ സമയത്താണ് എൻ്റെ കമ്പനി എന്നോട് പറഞ്ഞു, ദുബായിലേക്ക് ഒന്ന് റിലോക്കേറ്റ് ചെയ്യണം, കാരണം നമുക്ക് അവിടെ ആവശ്യം. 2 വർഷം എൻ്റെ പുറകിൽ റീലൊക്കേറ്റ്. ഞാൻ പറഞ്ഞു ഒക്കത്തില്ല, കാരണം കർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കുമെന്നറിയോ? എടാ, ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് പറയുന്ന, അല്ലാതെ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല. നമ്മളുള്ള സ്നേഹം കൊണ്ട് പറയുന്ന, നമ്മളുള്ള ആത്മാർത്ഥം കൊണ്ട് പറയുന്ന, ബിക്കോസ് ദേ ലവ് us, they are saying this. ആ കൂട്ടത്തിൽ സാഹചര്യങ്ങളിലൂടെ അങ്ങനെ വളരെ കോൺഡ്യൂസീവായിട്ട് വരും. ഇതെല്ലാം ദൈവഹിതമാകണമെന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ സമയത്ത് നമ്മൾ അവരോട് പച്ചയ്ക്ക് പറയണ്ട, നമ്മൾ പറയണം, സാത്താനെ എന്നെ വിട്ടു പോകണം, ഇതെനിക്ക് ഇടർച്ചയാണ്. മനസ്സിലായോ? കാരണം പലപ്പോഴും ലോട്ട് ഓഫ് അഡ്വൈസ് ദാറ്റ് കംസ് ഫ്രം പീപ്പിൾ ഹൂം വി ലവ് ആർ വെൽ ഇൻറ്റൻറ്റഡ്, ബട്ട് ദേ മേ നോട്ട് ബി ഇൻ ദ വിൽ ഓഫ് ഗോഡ്. അതെപ്പോഴും ഓർത്തോണം. അവരുടെ ഉദ്ദേശം നല്ലതാണ്, അവരുടെ സ്നേഹം സത്യമായ സ്നേഹമാണ്, പക്ഷെ അതാകണമെന്ന് ഇല്ല. അതുകൊണ്ട് ഒരിക്കലും അത് മറക്കരുത്. ഒരിക്കലും ഓർത്തോണം, അത് ഇടർച്ചയാകാൻ സാധ്യതയുണ്ട്. കർത്താവ് എന്നെക്കുറിച്ച്, യേശു കർത്താവിന് അറിയാം ഞാൻ വന്നത് എന്തിനു വേണ്ടിയാ. ഞാൻ വന്നത് മരിക്കാൻ വേണ്ടിയാ. ഒരുവൻ മാത്രമേ ഉള്ളൂ മരിക്കാൻ വേണ്ടി ജനിച്ചത്, അത് ക്രിസ്തുവാ. മറ്റേ ജീവിക്കാൻ വേണ്ടി ജനിക്കുന്നവരെ ബാക്കി എല്ലാവരും. ഇത് മരിക്കാൻ വേണ്ടി ജനിച്ച വ്യക്തിയെ കർത്താവ്. ഹി വുഡ് നോട്ട് ബി ഡിസ്ട്രാക്റ്റഡ് ഫ്രം ഹിസ് കോൾ. തൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് പത്രോസ് ആകട്ടെ, ആരും ആകട്ടെ, എത്ര സ്നേഹമുള്ള വാക്കുകളാണെങ്കിലും അത് സമ്മതിച്ചില്ല. ഓക്കെ, അത് കഴിയുമ്പോഴാണ് ശിഷ്യത്വത്തിലേക്കുള്ള വലിയ ഒരു എക്സോർട്ടേഷൻ, ഒരു ചാലഞ്ച്. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടാണ് ദ കോൾ ടു ക്രിസ്ത്യൻ. ഡീട്രിച്ച് ബോൺഹോഫർ ഇപ്രകാരം പറഞ്ഞു, വെൻ ക്രൈസ്റ്റ് കോൾസ് എ മാൻ, he bids him to come and die. Right? When Christ bids a man, he bids him to come and die. അപ്പൊ എന്താണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി? യൂത്ത് ഫോർമേഷന്റെ ടാഗ് ലൈൻ ആണല്ലോ, ഡിസൈപ്ലിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ, അല്ലേ? അതെന്തുവാ ഇത്? യേശു കർത്താവിന്റെ ഭാഷയെ പറഞ്ഞാൽ, യു നീഡ് ടു കം ആൻഡ് ഡൈ. അതാണ് യേശു കർത്താവിന്റെ ഭാഷ. 3 കാര്യങ്ങൾ. 1, തന്നെത്താൻ ത്യജിക്കണം, ഡിനൈ ഹിംസെൽഫ്. 2, ക്രൂശ് എടുത്ത്, ടേക്ക് അപ്പ് ദ ക്രോസ്. 3, ഫോളോ മീ, അനുഗമിക്കട്ടെ. 3 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വന്ന് അൺപാക്ക് ചെയ്യാം. തന്നെത്താൻ ത്യജിക്കണം എന്ന് പറഞ്ഞാൽ എന്താ?
ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ്, ഇറ്റ് ഈസ് അബൌട്ട് ഗിവിങ് അപ്പ്. ഇത് ആദ്യമേ മനസ്സിലാക്കണം. ഇത് ഒരുപാട് പേർക്ക് ഇത് തെറ്റായിട്ട് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ്. സി, ഇറ്റ് ഇസ് നോട്ട് ദെയർ പ്രോബ്ലം, അവരുടെ ഫോൾട്ട് അല്ല, അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. ഞാൻ ഒത്തിരി ആളുകളുടെ സംഭാഷണം ഇച്ചിരി ഈവ്സ് ഡ്രോപ്പ് ചെയ്യും. നല്ല സ്വഭാവമല്ല എങ്കിലും ഞാൻ ഈവ്സ് ഡ്രോപ്പ് ചെയ്യും. ഞാൻ മരുന്ന് കടയിൽ നിന്നപ്പം ഒരു ആൻറ്റി, നല്ലൊരു ആൻറ്റി കേട്ടോ, സുവിശേഷം ഒരാളോട് പങ്കുവെക്കുക. അപ്പം അക്രൈസ്തവനോടാ സുവിശേഷം പങ്കുവെക്കുന്നത്. അപ്പം ആൻറ്റി നല്ല തീഷ്ണതയോടെ, ഇച്ചിരി തീഷ്ണത കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, പക്ഷെ തീഷ്ണതയോടെ പറയുക, നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വെക്കണം. അപ്പം അക്രൈസ്തവനായ ആ മനുഷ്യൻ ചോദിക്കുക, ആൻറ്റി ഞാൻ എന്തിനാ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? ക്രിസ്തുവിൻ്റെ അടുക്ക വന്നാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. അപ്പോൾ അദ്ദേഹം പറയുക, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? അല്ല, അപ്പോൾ കൂടുതൽ സന്തോഷം കിട്ടും. അപ്പം പുള്ളി ചോദിച്ചു, എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്, പിന്നെ എന്തിനാ ഞാൻ പിന്നെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? അപ്പം ആൻറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് കുഴഞ്ഞു പോയി. പിന്നെ ഞാനതങ്ങ് ഏറ്റെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സംഭാഷണം, സന്തോഷം കിട്ടുക എന്നുള്ളതല്ല, ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് നിത്യജീവൻ കിട്ടുന്ന കോണ്ടെക്സ്റ്റ്. ആൻറ്റി പറയാൻ ഉദ്ദേശിച്ചത് എന്നാ, ആൻറ്റി കർത്താവിൽ സന്തോഷം കണ്ടു, സത്യമാണ്. പക്ഷെ അത് അവതരിപ്പിക്കാനുള്ള ബോധ്യത്തിൽ ഏകദേശം ഒരു കാര്യം മനസ്സിലായി, ആൻറ്റിയെക്കാട്ടിൽ സന്തോഷം ഇദ്ദേഹത്തിനുണ്ടെന്നുള്ളത് ആൻറ്റിക്കും മനസ്സിലായി കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ക്രിസ്ത്യാനിറ്റിയെ നമ്മൾ റാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാ? യേശുവിൻ്റെ അടുക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങൾക്ക് ഇത് കിട്ടും, അത് കിട്ടും, അപ്പൊ എല്ലാം കിട്ടും, അത് ലഭിക്കും, ഇത് ലഭിക്കും. ശരിയാണ്, ക്രിസ്തുവിൽ സന്തോഷമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഇതല്ല ശിഷ്യത്വത്തിന്റെ വിളി. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ്, ഇറ്റ് ഇസ് അബൌട്ട് ഗിവിങ് അപ്പ്. ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇന്ന് ആരോടും സുവിശേഷം പറയരുതെന്ന്. ഇത് യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇന്ന് ആരോടും പറയരുത്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. G.K. ചെസ്റ്റർട്ടന്റെ ഭാഷയിൽ വി ആർ സംടൈംസ് ട്രൈങ് ടു ഇവാഞ്ചലൈസ് ദി ഹാപ്പി പേഗൻ. ഹാപ്പി പേഗൻ. എടാ, നമ്മളെക്കാട്ടിൽ സന്തോഷമുണ്ട്, നമ്മളെക്കാട്ടിൽ അവരുടെ കുടുംബത്തിൽ സമാധാനമുണ്ട്, നമ്മളെക്കാട്ടിൽ സൗകര്യമുണ്ട്, പിന്നെ നമ്മൾ എന്തോ അങ്ങോട്ട് ചെന്ന് ഇത് കൊടുക്കാം അത് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. സത്യം ഉദാഹരണം പറഞ്ഞ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു ഇവിടെ കുറെ കൺവെൻഷൻ തിരുവല്ല നടക്കും. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. എടാ, ഇവരെക്കാട്ടിൽ ഫിനാൻഷ്യലി വെൽ ഓഫ് ആണ് ഇവിടെ ഉള്ള ഒട്ടുമുക്കാൽ അവിശ്വാസികൾ. അപ്പൊ ഏത് ബ്രേക്ക് ത്രൂ നിങ്ങൾ കൊടുക്കാം? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഫണ്ടമെന്റൽ ഇത് ആകാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ പ്രയത്നങ്ങളിലൂടെ നമുക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറ്റാത്തത്. വി ക്യാൻ ക്രിയേറ്റ് ക്രൗഡ്സ്, വി ക്യാൻ നെവർ മേക്ക് ഡിസൈപ്പിൾസ്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇത് മനസ്സിലാകണം. ദാറ്റ് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ഓൾ അബൌട്ട് ഗെറ്റിംഗ്. ശരിയാണ്, കിട്ടുന്നില്ല, ഉണ്ട്, രക്ഷ കിട്ടുന്നുണ്ട്, സന്തോഷം, സമാധാനം, ദൈവവുമായിട്ടുള്ള നിരപ്പ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതല്ല ശിഷ്യത്വത്തിന്റെ മെയിൻ കോൾ. ഡിനൈയിങ് ഹിംസെൽഫ്. ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്ക് അനുഭവിക്കാൻ സാധിക്കും, പക്ഷെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, എനിക്കത് ആവശ്യമില്ല. കാരണം ഐ വോണ്ട് ടു ഗിവ് ഇറ്റ് അപ്പ് ഫോർ ദ കോസ് ഓഫ് ദ ഗോസ്പൽ. അപ്പോൾ ഒന്ന്, എന്നെ തന്നെ ത്യജിക്കണം. രണ്ട്, ക്രൂശ് എടുക്കണം. ഇന്ന് ക്രൂശ് കാണുമ്പോൾ നല്ല ഭംഗിയാ അല്ലേ? എന്നാ ബ്യൂട്ടിഫുള്ളാ കുരിശ്. ഏത് വെറൈറ്റി വേണമെങ്കിലും ഉണ്ട്. ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗോത്തിക് ടൈപ്പ് ഉണ്ട്, വുഡൻ ഉണ്ട്, എല്ലാ വെറൈറ്റി ഉണ്ട്. നടുക്ക് ഡയമണ്ട് ഉള്ളതുണ്ട്, പുറത്ത് ഡയമണ്ട് ഉള്ളത്, എല്ലാം അലങ്കാര വസ്തു, നല്ല ഗ്ലാമറസ് ക്രൂശ്. അന്നത്തെ കാലത്തെ നീ ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇത് നിന്നയുടെ വഴിയാ. ഒരു ക്രൂശ് എടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ കാണണം. എന്താണെന്ന് അറിയാം? അവനെ കാണുമ്പോൾ അറിയാം ക്രൂശിക്കപ്പെടാൻ പോവുക. അവന്റെ പുറയിൽ അവന്റെ തന്നെ ക്രൂശ് അവൻ എടുക്കണം. വേറെ ആരും എടുക്കാൻ ഒക്കത്തില്ല. യു ഹാവ് ടു ക്യാരി യുവർ ഓൺ ക്രോസ്. വേറൊരാൾക്ക് അത് എടുക്കാൻ ഒക്കത്തില്ല. അത് എടുക്കുമ്പോൾ അറിയാം അവൻ മരിക്കാൻ വേണ്ടി പോകുകയാണ്. അത് കാണുമ്പോൾ ആളുകൾ നിന്ദിക്കും. കാരണം എന്നാ? ഈ ലോകത്തിന്റെ സ്കമ്മാണ് ഈ ക്രൂശ് എടുക്കുന്നത്. ദ വേർസ്റ്റ് ഓഫ് ദി ക്രിമിനൽസ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ജീവൻ അവസാനിക്കുന്നത് വരെ ക്രൂശ് എടുക്കണമെന്നൊരു കാര്യം, ക്രൂശ് എടുക്കുന്നവൻ ഒരു കാര്യം അറിയാം, അവന്റെ അവസാനത്തെ ശ്വാസം വരെ അവൻ നിന്ദിക്കപ്പെടാൻ പോകുകയാണ്. അതാണ് ടേക്ക് അപ്പ് ദ ക്രോസ്. മനസ്സിലായ? ക്രൂശ് എടുത്ത് അവസാനം എന്നെ അനുഗമിക്കട്ടെ. യേശു കർത്താവ് പോയ വഴിയേ പോകണം. അതുകൊണ്ട് പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്, എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ഫോളോ ക്രൈസ്റ്റ്? യേശു കർത്താവ് പോയ പാത, യേശു കർത്താവ് പോയ അതേ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ എന്ന് പറഞ്ഞാൽ.
അവൻ ഏത് വഴിയെ പോയോ ആ വഴിയിലൂടെ നാമും പോകുന്നു. സോ വാട്ട് ഈസ് ദ കോൾ ഓഫ് ജീസസ്? ഡിനൈ, ടേക്ക് അപ്പ് ദ ക്രോസ്, ഫോളോ മീ. ഇതാണ് ശിഷ്യത്വത്തിന്റെ വിളി. അല്ലാതെ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വാ, ഇത് തരാം, അത് തരാം, മറ്റേത് തരാം, മറിച്ച് തരാം, 5 തന്നാ 10 തരാം, ഇതൊന്നും അല്ല യേശു ക്രിസ്തുവിന്റെ വഴി. യേശു ക്രിസ്തുവിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഡിനൈ ഹിംസെൽഫ്, ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. പല ആഗ്രഹങ്ങളോടൊക്കെ നോ പറയേണ്ടി വരും, പല അഭിലാഷങ്ങളോടും കൂടെ നോ പറയേണ്ടി വരും. അത് പറഞ്ഞിട്ട് കർത്താവ് ഈ പാരഡോക്സ് പറയാണ്. നൗ ദ പാരഡോക്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി, അല്ലെ? ഇന്നത്തെ നമ്മൾ പ്രസംഗിച്ച് കേൾക്കുന്നതിന്റെ നേരെ വിപരീതമായ കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞു. എന്നിട്ട് പറയാ, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ തൻ്റെ പിതാവിന്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അടുത്ത പാരഡോക്സ്, 2 പാരഡോക്സ് പറയുക. എന്താണ് പാരഡോക്സ്? ഒന്ന്, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. അപ്പോൾ ദ ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ പാരഡോക്സ്, അല്ലെ? നമ്മൾ ഈ ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ടിൽ പഠിച്ചൊരു കാര്യം, എല്ലാം പാരഡോക്സാ. ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ഹാപ്പി ആർ യു ഹു മോൺ, അല്ലെ? എല്ലാം പാരഡോക്സാ, എല്ലാം തിരിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ്. എല്ലാം, എവറിത്തിങ് ഇസ് എ പാരഡോക്സ്. നിങ്ങൾ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും, നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്കത് ലഭിക്കും. എവറിത്തിങ് ഇസ് എ പാരഡോക്സ്. ഈ വേൾഡി സിസ്റ്റത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദൈവത്തിന്റെ സിസ്റ്റം. എന്നിട്ട് കർത്താവ് പറയാ, ഒരു മനുഷ്യൻ ഈ സർവ്വലോകവും നേടിയാലും വാട്ട് ഡസ് ഇറ്റ് പ്രോഫിറ്റ് ദ മാൻ ഇഫ് ഹി ഗെയിൻസ് ദ വേൾഡ് ബട്ട് ലൂസസ് ഹിസ് സോൾ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിന്റെ പുറകിലുള്ള ഓട്ടത്തിൽ എന്തൊക്കെ നേടിയാലും, ചിലതൊക്കെ നേടാൻ ദൈവം അനുവാദം തരും, അത് നിങ്ങൾ അനുഭവിക്കണം, നമ്മൾ അത് എൻജോയ് ചെയ്യണം. അല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? കാരണം ഈ ലോകത്തിലെ എല്ലാം കൂടെ എടുത്ത് ഒരു സൈഡിൽ വെച്ചിട്ട് മറു സൈഡിൽ നമ്മുടെ പ്രാണനെ എടുത്ത് വെച്ചാൽ ഇതിനെക്കാട്ടിലെല്ലാം വിലയേറിയതാണ് ഒരു മനുഷ്യന്റെ ആത്മാവ്. വൈ? അതിന്റെ കാരണം എന്നാ? ഈ ആത്മാവിന് വേണ്ടിയാണ് യേശു ക്രിസ്തു തന്റെ സ്വന്തം ജീവനെ അർപ്പിച്ചത്. ഒന്ന് ഓർത്തു നോക്കിയേ. സ്വർണം നേടാൻ വേണ്ടിയാണോ? വെള്ളി നേടാൻ? ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്ന് മനുഷ്യരുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങി ക്രൂശിക്കപ്പെട്ടത്. നമ്മളിപ്പോൾ ക്രൂശീകരണത്തെ കുറിച്ച് ധ്യാനിക്കുന്ന സമയമാണ്. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? സ്വർണത്തിന്റെ വില കൂട്ടാൻ വേണ്ടിയാണോ? വെള്ളിയുടെ വില കൂട്ടാൻ വേണ്ടിയാണോ? സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു കിടന്നത് ശരിയാക്കാൻ വേണ്ടിയാണോ? അല്ല. മരിച്ച ആത്മാവിനെ ക്രിസ്തുവെങ്കിലേക്കും ദൈവത്തെങ്കിലേക്കും അടുപ്പിക്കാൻ വേണ്ടിയാ വന്നത്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയാൽ ആ ആത്മാവിന്റെ വില എന്താണെന്ന്. അതാണ് ആത്മാവിന്റെ വില. അതുകൊണ്ടാണ് മിനിസ്ട്രി ഈസ് ഓൾസോ വെരി വാല്യുബിൾ, അല്ലെ? ഒരുപക്ഷെ നമുക്ക് ഫിസിക്കലി മെറ്റീരിയലിസ്റ്റിക്കലി അധികം ഒന്നും ലഭിച്ചു എന്ന് വരത്തില്ല. പക്ഷെങ്കിൽ ഒരാത്മാവ് ദൈവസന്നിധിയിലേക്ക് വന്നാൽ അത്രയും വലിയ നേട്ടം എവിടെ ലഭിക്കും? പിന്നെ പറയാണ് ഇതിൻ്റെയൊക്കെ പ്രയോജനം. നിങ്ങൾ എനിക്ക് വേണ്ടി ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവരോരോരുത്തരും അവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ദർ ഇസ് എ റിവാർഡ്. ഇപ്പൊ കർത്താവിന്റെ പിന്നാലെ പോയി ശിഷ്യന്മാര് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവ് ഇതെല്ലാം ഇട്ട് വെച്ച് ഞങ്ങൾ നിന്റെ പുറകെ വന്നിരിക്കുക, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന്. ഈ ശിഷ്യന്മാർ വളരെ ഓണസ്റ്റാ, ശ്രദ്ധിച്ചിട്ടില്ലേ? വളരെ ഓണസ്റ്റാ. ഞങ്ങൾ ഇതെല്ലാം ഇട്ട് വെച്ച് നിന്റെ പുറകെ വരും, വല്ല ഗുണമുണ്ടോ? കർത്താവ് പറഞ്ഞു, എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നീ വിട്ടിട്ടുണ്ടെങ്കിൽ. നമ്മൾ ആ ഭാഗം ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയതാ. 100 മടങ്ങ് ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും കിട്ടുമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം ആരുടെയും കടക്കാരൻ അല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാവാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയും ഇറ്റ്സ് നോട്ട് ടു ബിൽഡ് സ്ട്രക്ചേഴ്സ്, ഇറ്റ്സ് ടു ബിൽഡ് പീപ്പിൾ, അല്ലേ? ആത്മാവിന്റെ വിലയാണ് ഏറ്റവും വലുത്. A.W. ടോസറിന്റെ ഒരു ഭാഗം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വായിച്ചു വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ക്രൂശിക്കപ്പെട്ടവന്റെ പ്രത്യേകത. ദ മാർക്സ് ഓഫ് എ ക്രൂസിഫൈഡ് ഡിസൈപ്പിൾ. 3 കാര്യങ്ങൾ. ഒന്ന്, ദേ ആർ ഓൾവേസ് ഫേസിങ് വൺ ഡിറക്ഷൻ. ഒരൊറ്റ ദിശയിലേക്കാണ് അവരുടെ നോട്ടം. ക്രൂശിക്കപ്പെട്ടവൻ ഇങ്ങനെ കിടക്കുക കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക്. എന്നാൽ നമുക്ക് ഇങ്ങനെ നോക്കിയേക്കാം, എന്നാൽ പിന്നെ അങ്ങോട്ട് നോക്കാനൊന്നും പറ്റത്തില്ല.
ഹീസ് ഫേസ് ടുവേർഡ്സ് വൺ ഡിറക്ഷൻ. അപ്പം ക്രൂശിക്കപ്പെട്ട ശിഷ്യന്റെ പ്രത്യേകത, ഹീസ് നോട്ട് ഡിസ്ട്രാക്റ്റഡ്, ഹീസ് ഫോക്കസ്ഡ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉന്നതമായ വിളി, അപ്വേർഡ് കോൾ, അതിലേക്കാണ് അവന്റെ നോട്ടം മുഴുവൻ. ഓക്കെ. 2, ദേ കെൻ നെവർ ടേൺ ബാക്ക്. എന്നാ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ കുറെ നേരമായല്ലോ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്, നമുക്കൊന്ന് കുറച്ച് നേരം തിരിഞ്ഞു കിടക്കാം. ഈ കട്ടിലേ കിടക്കുന്നവർക്കറിയാം, ഒരു സൈഡിൽ കിടന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിഞ്ഞു കിടക്കണം. ക്രൂശിക്കപ്പെട്ടവന് തിരിയാൻ യാതൊരു വഴിയില്ല. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അവന് തിരിയാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനൊന്നും സ്വർഗരാജ്യത്തിന് കൊള്ളത്തില്ല. യു കാൺ ടേൺ ബാക്ക്. 3, they no longer have plans of their own. ക്രൂശ കിടക്കുമ്പോഴേ ഇനി ഒന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോയി ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ എന്ന് ക്രൂശിക്കപ്പെട്ടവൻ ചിന്തിക്കുന്നുണ്ടോ? ഒന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക്? ഇല്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പിന്നെ പ്ലാൻസ്, എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒന്നും വേണ്ടെന്നല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഡോണ്ട് മിസ്ഇൻറ്റർപ്രറ്റ് വാട്ട് ഐ എം സെയിങ്. ക്രൂശിക്കപ്പെട്ടവന്റെ പ്രത്യേകത, ഹി ഡസ് നോട്ട്, അതുകൊണ്ട് പൗലോസ് പറഞ്ഞ, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ. ഇത്രയും നാളും പൗലോസിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, പൗലോസിനൊരു ആംബിഷൻ ഉണ്ടായിരുന്നു, പൗലോസിനൊരു അജണ്ട ഉണ്ടായിരുന്നു. ഇനിയും തൊട്ട് ഇതല്ല, ഇതെല്ലാം ക്രിസ്തുവാ. അപ്പൊ ഞാൻ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന്റെ 3 അടയാളങ്ങൾ. 1, ആം ഐ ഫേസിങ് ഓൺലി വൺ ഡിറക്ഷൻ, അതോ ഞാൻ ഈ പലതിനാൽ വലയുന്നവനാണോ? 1. 2, ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നവനാണോ ഞാൻ? എന്നാ മതി, ഇട്ടേച്ച് നിർത്തിയേക്കാം, അതാണോ? 3, എനിക്ക് എൻ്റെ സ്വന്തമായ പദ്ധതികളാണോ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളാണോ ഞാൻ നിവർത്തിക്കുന്നത്? That will give me a clarity on if I am crucified with Christ or not. ആട്ടെ, അവസാനത്തെ വാക്യം, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് അവസാനം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഒരുപക്ഷെങ്കിൽ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട്. ഇതൊരു ഭയങ്കര കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഇതിനെ പല വിധത്തിൽ ആളുകൾ നോക്കുന്നവരുണ്ട്. ഇതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, ചില ശിഷ്യന്മാർ മറുരൂപമലയിൽ കർത്താവിനെ തേജസ്സോടെ കാണും എന്നുള്ള, ആ ഗ്ലോറി, മഹത്വത്തോടെ കാണും എന്നുള്ളതാണ് ഒട്ടുമുക്കാൽ ആളുകളും വ്യാഖ്യാനിച്ചതിൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ തെറ്റല്ല എന്ന് വേണേൽ പറയാം. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ എന്താണ് കർത്താവ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതാണ് പറയാനുള്ളത്, പറയണമല്ലോ, എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് പോപ്പുലർ സ്കോളേഴ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോപ്പുലർ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് പറയാണ്, എൻ്റെ മഹത്വത്തോടെ ഞാൻ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്, അത് മറുരൂപമലയിൽ, അത് കാണുവാൻ നിങ്ങളിൽ ചിലർ ജീവിച്ചിരിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഇനി യോഹന്നാൻ പത്മോസ് ദ്വീപിൽ യേശു കർത്താവിനെ മഹത്വത്തോടെ കണ്ടതാണോ, അവൻ എടുക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞ് കണ്ടതാണോ ഒക്കെ ആയിരിക്കാം. എനിക്ക് ഈ വാക്യത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി പേഴ്സണലി ഇല്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് അതിനെ നിർത്താം. ആട്ടെ, യേശു കർത്താവ് മടങ്ങി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശ. കർത്താവിൽ വിശ്വസിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് അവൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നവൻ എന്തായാലും അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനോടുകൂടെ നാം ആയിരിക്കും, അവനെ മഹത്വത്തോടെ കൂടെ കാണാൻ സാധിക്കും എന്നുള്ള വലിയ പ്രത്യാശ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ആട്ടെ, അതുകൊണ്ട് ഇന്ന് നമ്മുടെ ടേക്ക് അവേ, യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ വില അല്ലെ വിളി, ദ കോൾ ടു ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. 3 കാര്യങ്ങൾ: തന്നെത്താനെ ത്യജിക്കണം, ഡിനൈ യുവർ സെൽഫ്. 2, ക്രൂശ് എടുക്കണം, ടേക്ക് അപ്പ് ദ ക്രോസ്. 3, കർത്താവിനെ അനുഗമിക്കണം, ഫോളോ ക്രൈസ്റ്റ്. ഈ 3 കാര്യങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ഒരു യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് നമുക്ക് പോകുവാൻ, അല്ലെങ്കിൽ ശിഷ്യത്വത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് കമ്മിറ്റ് ചെയ്യാൻ ഇന്നത്തെ രാവിലത്തെ സമയം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആളുകളെ നമ്മൾ ഈ ശിഷ്യത്വത്തിലേക്ക് വേണം വിളിക്കാൻ. ഡോണ്ട് റെപ്രസെന്റ് ക്രൈസ്റ്റ് ഇൻ എ റോങ് വേ. യേശു കർത്താവിനെ തെറ്റായ വിധത്തിൽ അവതരിപ്പിക്കരുത് എന്നുള്ളത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വ്യക്തമായി പറഞ്ഞതുപോലെ നമുക്കത് മറ്റുള്ളവരോട് അത് അവതരിപ്പിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനൊക്കെ അപ്പുറമായി
മനുഷ്യന്റെ ആത്മാവിന് മറുവില എന്ത് കൊടുക്കും? ഒന്നും കൊടുക്കാനൊക്കത്തില്ല. എൻ്റെ ആത്മാവിന് ഒരു മറുവിലേ ഉള്ളൂ, അത് കർത്താവിൻ്റെ ജീവനാണ്, അല്ലേ? ഇറ്റ് ഇസ് ഹിസ് ലൈഫ് ഓഫ് മൈൻ. അവൻ്റെ ജീവൻ, അവൻ്റെ ജീവിതം എനിക്ക് വേണ്ടി മറുവിലയായി കൊടുത്തത് കൊണ്ട് മാത്രമേ എനിക്ക് നിത്യജീവൻ അവകാശപ്പെടുവാൻ ഇന്ന് സാധിക്കത്തുള്ളൂ. വേറെ ഒന്നിനും, സ്വർണത്തിനോ വെള്ളിക്കോ ഒന്നിനും എന്നെ വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഇതിൻ്റെ വചനത്തിലൂടെ പല കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിച്ചു. കർത്താവെ, യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളെ അങ്ങ് വിളിക്കുന്നല്ലോ. ആ ഉന്നതമായ വിളി കർത്താവെ, ആ വിശുദ്ധമായ വിളി കർത്താവെ, ആ സ്വർഗീയമായ വിളിക്ക് യോഗ്യവാമണ്ണം നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ വില എത്ര വലുതാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. വരുന്ന ദിവസങ്ങളിൽ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നടത്തണം. അനേകരെ ഈ ഒരു ഡിസൈപ്പിൾഷിപ്പിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം.